സിന്ദൂരരേഖ ഭാഗം 86. അമ്മു. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ്റെ കിതപ്പൊന്ന് അടങ്ങിയപ്പോൾ അവൻ അവളെ വിളിച്ചു. പക്ഷേ അപ്പോഴും അവൾ കണ്ണുകളടച്ച് മുകളിലേക്ക് തന്നെ നോക്കി കിടക്കുകയാണ്. അമ്മു. അവൻ വീണ്ടും വിളിച്ചതും അവൾ അവനെ ഒന്ന് നോക്കി. കരഞ്ഞതിനാലാവണം അവളുടെ കണ്ണുകളാകെ കലങ്ങി ചുവന്നിരിക്കുന്നു. മുഖവും ആകെ ചുവന്നു തന്നെ ഇരിക്കുകയാണ്. അവിടെ നിന്ന് അവൻ്റെ നോട്ടം താഴേക്ക് പോകുമ്പോൾ മാറുവരെ മറച്ചു കിടക്കുന്ന പുതപ്പിനു മുകളിൽ കാണുന്ന അവളുടെ ശരീരം പോലും ചുവന്നാണിരിക്കുന്നത്. അവൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നു. അപ്പോഴും അവളുടെ നോട്ടം അവനിൽ തന്നെയായിരുന്നു. വേദനിച്ചോ ഒത്തിരി? അവളുടെ കവിളിലൊന്ന് കൈവച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ ഇല്ലെന്ന പോലെ തലയാട്ടി. എന്താ, നാവില്ലേ നിനക്ക്? അവൾ തലയാട്ടുന്നത് കണ്ടതും അവൻ കൂർപ്പിച്ചു നോക്കി അവളെ കളിയാക്കുന്നത് പോലെ ചോദിച്ചു. അതിന് അവനെ അവളൊന്ന് നോക്കി. ആ. പെട്ടെന്ന് തന്നെ മനുവിൻ്റെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു. അമ്മാളുവിൻ്റെ പല്ലിൻ്റെ അടയാളം അവൻ്റെ നെഞ്ചിൽ വട്ടത്തിൽ തെളിഞ്ഞു വന്നു. കുട്ടിപ്പിശാശ്, കടിച്ചു പറിച്ചെടുത്തു. മനു സ്വയം അവൻ്റെ നെഞ്ചിലൊന്ന് തടവിക്കൊണ്ട് പറഞ്ഞു. വേദനിച്ചോ? അമ്മാളു നിഷ്കളങ്കമായിട്ടെന്ന പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏയ്, നല്ല സുഖം. കടിച്ചു പറിച്ചെടുത്തിട്ട് വേദനിച്ചോന്ന് അവൻ അവളെ തറപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് തിരികെ ചോദിച്ചു. ആണല്ലേ, ഇത് തന്നെയാണ് എനിക്ക് തിരിച്ചും ചോദിക്കാനുള്ളത്. അമ്മാളു അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ പറയുന്നത് കേട്ടതും ഇത്ര നേരം അവളെ കൂർപ്പിച്ചു നോക്കി നിന്നിരുന്ന അവൻ്റെ മുഖഭാവം പെട്ടെന്ന് തന്നെ കുസൃതി നിറഞ്ഞതായി മാറി. മുഖം ആകെ കുസൃതി നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ നോക്കുന്നവനെ കാണെ അമ്മാളുവും ആകെ കുളിർന്നു പോയതുപോലെയായി. ആണോ? ശരിക്കും വേദനിച്ചോ? അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ ആർദ്രമായി ചോദിച്ചു. അവൻ്റെ ശബ്ദം, അതിലേറെ അവൻ്റെ സാമീപ്യം എല്ലാം ചേർന്ന് അവളെ ആകെ വിവശയാക്കുന്നുണ്ടായിരുന്നു. അവൻ സോറി പറയാൻ തുടങ്ങും മുൻപേയായി അവൾ അവൻ്റെ ചുണ്ടിൽ വിരൽ വെച്ച് അവനെ തടഞ്ഞിരുന്നു. വേദനിച്ചു, പക്ഷേ ഇത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച വേദനയാണ്. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അത് പറയുമ്പോൾ വീണ്ടും അവളുടെ കണ്ണുകൾ ഈറനാവുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ആൻഡ് എനിക്ക് ഈ ലൈഫ് ഫുള്ള് നിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു. നിൻ്റെ അടുത്തിരുന്ന് നിന്നിൽ അലിഞ്ഞു ചേർന്ന് അങ്ങനെ. അവൻ പറയുന്നതിനോടൊപ്പം അവൻ്റെ ചുണ്ടുകൾ അവളുടെ ഇരു കണ്ണുകളിലും അമർന്നിരുന്നു. മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടെ തന്നെ അവൾ അത് തന്നിലേക്ക് സ്വീകരിച്ചിരുന്നു. വീണ്ടും അവളിലേക്ക് ചായുന്ന മനസ്സിനെ അവൻ വിലങ്ങിട്ട് നിർത്തി. ഇതിൽ കൂടുതൽ അവളുടെ ശരീരം താങ്ങില്ലെന്നറിയാം. അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ച് അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് കിടത്തി. ഇരു ശരീരങ്ങളും പരസ്പരം ചൂട് പറ്റിയെന്ന പോലെ ഒരു പുതപ്പിന് കീഴിൽ കിടന്നുറങ്ങിപ്പോയിരുന്നു. വൈകിട്ട് ഏകദേശം 3 മണിയൊക്കെ ആയപ്പോൾ ഉണ്ണി ദേവനിലയത്തിലേക്ക് എത്തിയിരുന്നു. സെക്യൂരിറ്റിയാണ് അവന് ഗേറ്റൊക്കെ തുറന്നു കൊടുത്തത്. പക്ഷേ അകത്തേക്ക് കയറി ചെന്നപ്പോൾ തന്നെ അവൻ്റെ മുഖം സംശയത്താലൊന്ന് ചുളിഞ്ഞു. ഏട്ടൻ ഇങ്ങോട്ട് വന്നില്ലേ? സംശയത്തോടെ ചിന്തിച്ചുകൊണ്ട് അവൻ കാറിൽ നിന്നിറങ്ങി. ചേട്ടാ, മനുവേട്ടൻ വന്നില്ലേ? വീടൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സംശയത്തോടെ അവൻ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചു. ഉവ്വ് സാറേ, മാനവ് സാറ് രാവിലെ വന്നതാണ്. അകത്തേക്ക് കയറിയിട്ട് പിന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതുകൊണ്ട് ചിലപ്പോൾ ഇനി കിടന്നുറങ്ങിപ്പോയോന്നറിയില്ല. സെക്യൂരിറ്റി പറഞ്ഞതും ഉണ്ണി ഒന്ന് മൂളി. അവൻ സംശയത്തോടെ ഫോൺ എടുത്ത് മനുവിനെ വിളിക്കാൻ ഡയൽ ചെയ്തു. എങ്കിലും അവൻ അകത്തുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ കോളിംഗ് ബിൽ അടിച്ചു നോക്കാമെന്ന് കരുതി അതടിച്ചു. പക്ഷേ 2-3 തവണ കോളിംഗ് ബിൽ അടിച്ചിട്ടും ആരും വന്ന് വാതിൽ തുറക്കുന്നില്ല എന്നായതും അവൻ ഫോൺ എടുത്ത് മനുവിനെ വിളിച്ചു നോക്കി. ഇല്ല, എന്നിട്ടും എടുക്കുന്നില്ല. അവൻ ചുറ്റും നടന്നു നോക്കി. ജനലുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. എങ്ങനെ പോയാലും ഏട്ടൻ വീട്ടിലേക്ക് വന്നാൽ ജനലും വാതിലും ഒക്കെ തുറന്നിടുന്നതാണ്. ഇതിപ്പോൾ അതും ചെയ്തിട്ടില്ല. ഏട്ടൻ എങ്ങോട്ടെങ്കിലും പോകുന്നത് കണ്ടിരുന്നോ? നിങ്ങൾ ഇവിടുന്ന് മാറിയ സമയം വല്ലതും? ഇല്ല സാറേ, ഞാനിന്ന് മുഴുവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് വരെ ഇവിടെ ഇരുന്ന് തന്നെയാണ് കഴിച്ചത്. പിന്നെ സാറിൻ്റെ കാറല്ലേ കിടക്കുന്നത്? പോർച്ചിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറ് ചൂണ്ടി അയാൾ പറഞ്ഞതും ഉണ്ണിക്ക് ഏട്ടൻ അകത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി പെട്ടെന്ന് വല്ല വയ്യാഴികയും അതോർത്തപ്പോൾ തന്നെ ഉണ്ണിക്കാകെ ടെൻഷനായി. അവൻ വീണ്ടും ഫോൺ എടുത്ത് മനുവിനെ വിളിച്ചുകൊണ്ടേയിരുന്നു. കൂടാതെ കോളിംഗ് ബെല്ലും അടിക്കുന്നുണ്ട്. പോരാത്തതിന് സെക്യൂരിറ്റി ചുറ്റും നടന്ന് വിളിക്കുന്നുമുണ്ട്. എന്നിട്ടും അനക്കമൊന്നും ഇല്ല എന്നായതും ഉണ്ണി എങ്ങനെയെങ്കിലും വാതിൽ പൊളിച്ചെങ്കിലും അകത്ത് കയറാം എന്ന് പോലും ചിന്തിച്ചു. ചേട്ടാ, ഇവിടെ വല്ല ഹാമർ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ? നമുക്ക് ലോക്ക് പൊട്ടിച്ച് അകത്ത് കയറാം. സാറേ, അകത്ത് മാഡം ഉണ്ട്. സാർ മാഡത്തിനെ ഒന്ന് വിളിച്ചു നോക്ക്. പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അയാൾ അവനോട് പറഞ്ഞു. എന്നിട്ടത് ഇപ്പോഴാണോ പറയുന്നത് എന്ന് ചോദിച്ച് ഉണ്ണി അമ്മാളുവിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അകത്ത് അമ്മാളുവും മനുവും സ്വസ്ഥമായിട്ടുള്ള ഉറക്കത്തിലാണ്. ആദ്യ പ്രണയവേഴ്ചയുടെ ആലസ്യത്തിൽ ഇരുവരും നന്നേ ക്ഷീണിച്ചു പോയിരുന്നു. പോരാത്തതിന് വീട്ടിൽ മരത്തിൻ്റെ ജനലുകളാണ്.
അത് തുറക്കുക കൂടി ചെയ്യാത്തത് കൊണ്ട് അകത്തേക്ക് ഒരു തുള്ളി വെളിച്ചം പോലും കടന്നു വരുന്നില്ല. അതുകൊണ്ട് പകല് രാത്രിയാണെന്ന പോലെ ഉറക്കമാണ് അകത്ത് രണ്ടുപേരും. പെട്ടെന്നാണ് ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം മനു കേൾക്കുന്നത്. അസ്വസ്ഥതയോടെയാണ് അവൻ കണ്ണു തുറന്നത്. ഷേ, ഇതാരാ ഈ നേരത്ത്? നോൺസെൻസ്. ഉറക്കം തടസ്സം വന്നതുകൊണ്ട് തന്നെ ആകെ അല്പം ഈർഷ്യയോടെ പിറുപിറുത്തുകൊണ്ടാണ് അവൻ ഉണർന്നത്. ഉണർന്ന് എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ അമ്മാളുവിൻ്റെ ശരീരത്തിൻ്റെ പകുതി ഇപ്പോഴും തൻ്റെ ദേഹത്താണ്. പതിയെ അവളെ തൻ്റെ ദേഹത്ത് നിന്ന് ഇറക്കി കിടത്തിയപ്പോഴേക്കും ഫോൺ കട്ടായിരുന്നു. അവളുടെ നെറ്റിയിൽ അവനൊരു കുഞ്ഞുമ്മയും കൊടുത്ത് ഡ്രസ്സൊക്കെ ഒരു കണക്കിന് വലിച്ചു കയറ്റി ഫോൺ എടുത്ത് നോക്കി. അമ്മാളുവിൻ്റെ ഫോണാണ് ബെല്ലടിച്ചത്. ഈശ്വരാ, ഉണ്ണിയാണ് വിളിക്കുന്നതെന്ന് കണ്ടതും മനു നിന്ന നിൽപ്പിൽ ആകെ തളർന്നു പോയി. കയ്യും കാലും വിറച്ചു പോയി എന്ന് പറയാം. ഇന്ന് അവൻ എന്നെ കൊല്ലും. എന്ത് പറയൂ അവനോട്? മനു ചിന്തിക്കാതിരുന്നില്ല. അപ്പോഴേക്കും അവളുടെ ഫോണിലേക്ക് വീണ്ടും ഉണ്ണി വിളിച്ചിരുന്നു. ഹലോ. എടുത്തപ്പോൾ തന്നെ മറുവശത്ത് നിന്ന് ഉണ്ണിയുടെ അല്പം ടെൻഷനോടെയുള്ള ശബ്ദമാണ് മനു കേട്ടത്. കുറച്ചു നേരത്തേക്ക് മനു ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിലും എന്തു പറയാനാണ് അല്ലേ? ഹലോ അമ്മാളു, കേൾക്കുന്നില്ലേ? അമ്മു അല്ല, ഞാനാ. വീണ്ടും വീണ്ടും അവൻ ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും മനു ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. അവൻ്റെ ശബ്ദത്തിലെ ആകുലതയും ടെൻഷനും കൂടി വരുന്നത് കേട്ടതും മനു തിരികെ സംസാരിച്ചു. എടാ കോപ്പേ, നീ എവിടെ പോയി കിടക്കുവാടാ? അമ്മാളുമല്ല മനുവാണെന്ന് മനസ്സിലാക്കിയതും ഉണ്ണി അല്പം ദേഷ്യത്തിൽ ഉറക്കെ തന്നെ ചോദിച്ചു. ഞാൻ ദേവനിലയത്തിലുണ്ടടാ. ആണോ? ഞെഞ്ഞായി. ഞാൻ ഇവിടെ വന്ന് തപസ്സിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 1 എന്തെടുക്കും അകത്ത്? അയ്യോ, നീ ഇവിടെ വന്നോ? ഇല്ല, ഞാൻ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. വന്ന് വാതിൽ തുറക്കടാ. ഉണ്ണി എന്തൊക്കെയോ പറഞ്ഞ് പിറുപിറുത്തോണ്ട് ഫോൺ കട്ടാക്കി. ചെവിയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൻ അമ്മാളുവിനെ ഒന്ന് ദയനീയമായി നോക്കി. അമ്മു. അവൻ അവളുടെ അടുത്തേക്ക് വന്നിരുന്നുകൊണ്ട് വിളിച്ചു. ഇപ്പോഴും അവളുടെ ശരീരം പാതി നഗ്നമാണ്. ഞാൻ ഉറങ്ങിക്കോട്ടെ മനുവേട്ടാ, അവനോട് പറഞ്ഞുകൊണ്ട് അവൾ അവനിൽ നിന്നും തിരിഞ്ഞു കിടന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അവന് പിന്നെ അവളെ വിളിച്ചുണർത്താനും തോന്നിയില്ല. വേഗം തന്നെ കൊണ്ടുവന്ന ബാഗിൽ നിന്ന് അവളുടെ ഒരു ബനിയൻ എടുത്ത് അവൾക്ക് ഇട്ടുകൊടുത്തു. പിന്നെയും അവളെ നോക്കി സമയം കളയാതെ വേഗം തന്നെ മുഖം ഒന്ന് കഴുകിക്കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. ഇനിയിപ്പോൾ വാതിൽ തുറന്നു കഴിയുമ്പോഴേക്കും ഉണ്ണിയുടെ പ്രതികരണം എന്താകും എന്ന് മനുവിന് ഊഹിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവൻ വാതിൽ തുറന്നു. മുന്നിൽ തന്നെ ഉണ്ണിയും പിന്നിൽ ചുറ്റികയൊക്കെ പിടിച്ചുകൊണ്ട് സെക്യൂരിറ്റി ചേട്ടനും നിൽക്കുന്നുണ്ട്. അവനെ നോക്കി അത്ര സുഖകരമല്ലാത്ത രീതിയിലൊന്ന് ചിരിച്ചുകൊണ്ടാണ് മനു പുറത്തേക്കിറങ്ങിയത്. അപ്പോഴും ഉണ്ണി അവനെ ഗൗരവത്തോടെ നോക്കിയതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. ചേട്ടൻ എന്താ ഈ ചുറ്റികയൊക്കെ പിടിച്ച്? അത് പിന്നെ സാറ് വാതിലൊന്നും തുറക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ലോക്ക് പൊട്ടിച്ചായിട്ടായാലും അകത്ത് കയറാമെന്ന് കരുതി. ഓ, ഐ സീ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മനു ഉണ്ണിയെ ഒന്ന് നോക്കി. അവനപ്പോഴും ഗൗരവത്തോടെ മനുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞതും രണ്ടുപേരും അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഉണ്ണി സോഫയിലേക്കിരുന്നു. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവാൻ പോകുന്നത് പോലെ നടന്നു പോകാൻ ഒരുങ്ങിയ മനുവിനെ ഉണ്ണി അവൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ച് തിരികെ സോഫയിലേക്ക് തന്നെ ഇരുത്തി. അമ്മാളു എവിടെ? അമ്മു മുറിയിൽ. നീ എന്നോട് എന്ത് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഉണ്ണി തിരികെ അവനോട് അല്പം ഗൗരവത്തിൽ തന്നെ ചോദിച്ചതും എന്ത് പറയണമെന്നറിയാതെ ആയിപ്പോയി മനു. എടാ, അത് പിന്നെ വേണ്ട, ഞാൻ തന്നെ പറയാം. അമ്മാളുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, അവളെ കോളേജിലാക്കി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് നീ ദേവനിലയത്തിലേക്ക് വരുന്നു, ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നു. 3 മണിയാകുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് എന്നോട് ഓർഡർ കൊടുത്തിരിക്കുന്ന ഫുഡും കേക്കും ഒക്കെ ആയിട്ട് വരാൻ പറഞ്ഞു. ഒരുമിച്ച് ഡെക്കറേറ്റ് ചെയ്ത് വൈകുന്നേരം 5 മണിയാകുമ്പോൾ അവൾ വരുന്നതിന് മുൻപായിട്ട് എല്ലാവരോടും വരാൻ പറയണം. എന്നിട്ട് അവൾക്ക് സർപ്രൈസ്ഡ് ആയിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അല്ലേ? ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ മോൻ എന്നോട് പറഞ്ഞത്? ഉണ്ണി ഓരോന്നോരോന്നായി എണ്ണി പറയും പോലെ ചോദിച്ചതും മനു അതേ എന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ടിരുന്നു. അല്ലാതെ ഇനി എന്ത് ചെയ്യാനാണ്? പറഞ്ഞതൊന്ന്, ചെയ്തത് വേറൊന്ന്. എടാ, ഞാനൊന്ന് പറയട്ടെ? ഓ, ഇതിൽ കൂടുതൽ ഇനി എന്ത് പറയാനാണ്? അതെ, നിർത്ത് നീ. എന്നാലും നീ ഇതിനുള്ളിൽ ഇത്ര നേരം എന്ത് ചെയ്യുമായിരുന്നു? ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനങ്ങൾ പോലും കാറിന്ന് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഉണ്ണി അപ്പോഴും വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ലാത്തതുപോലെ മനുവിനെ വീണ്ടും കുത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടുമായിട്ട് നാളെ തന്നെ വരാട്ടോ. ബൈ.